New Hope TV, your encounter with God. ഇന്ന് നമ്മുടെ വിഷയം ഇതാണ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ ദൈവത്തിൻ്റെ വചനം എഫിഷ്യൻസ് ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ ആഴമോ നീളമോ വീതിയോ ഉയരമോ നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റുകയില്ല. കാരണം ആ ജ്ഞാനം നമ്മുടെ കുഞ്ഞു മനസ്സുകൾക്ക് അത് ഗ്രഹിക്കാൻ പറ്റാത്ത തരത്തിൽ ഇറ്റ് സർപാസസ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറഞ്ഞത്. നമ്മൾക്ക് ദൈവത്തെക്കുറിച്ച് ഗ്രഹിക്കാൻ പറ്റുകയില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ദൈവനെ സ്നേഹിക്കുന്ന ദൈവമാണ്. അങ്ങനെ ആ ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഒരു സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ സ്നേഹമുള്ളതാണ് നമ്മുടെ ജീവിതം. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. റോമാർക്ക് ലേഖനം 5-ാമത്തെ വചനം പറയുന്നുണ്ട്, ആ സ്നേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അവനുള്ള പ്രത്യാശയുണ്ട്, നിരാശനാക്കാത്തൊരു പ്രത്യാശ. The hope that I have in Him will never disappoint me because of the love of God which has been poured out into my heart by the Spirit of the living God. ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ നമ്മൾ മനസ്സിലാക്കിയ വലിയൊരു സത്യം ഇതാണ്. ആ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, അത് നമ്മൾ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തിന് ക്ഷമിക്കാൻ സ്നേഹിക്കുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ പല വ്യക്തികൾക്കും അവർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് വളരെ അകലെ പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരികെ വരാനായിട്ട് ഒരു ലജ്ജ, എന്ന് വെച്ചാൽ എൻ്റെ പിതാവ് എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. സഹോദര, ആ ധൂർത്ത പുത്രന് പന്നിക്കുഴിയിലിരുന്നിട്ട് അവൻ്റെ പിതാവ് അവനെ സ്വീകരിക്കും എന്നുള്ള ആ ഒരു അറിവുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ അങ്ങനത്തെ വലിയ പന്നിക്കുഴിയിലൊന്നും പോയി കാണുകയില്ലായിരിക്കും. നമുക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് അവനുള്ള പ്രത്യാശ അതുപോലെ തന്നെ നമ്മൾക്കും ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. അവൻ്റെ ആ പ്രത്യാശ, അവൻ്റെ ആ തിരികെ വരവിൻ്റെ ഉറവിടം എന്താണ്? അവനൊരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോകും. പിന്നെയുള്ള അവൻ്റെ യാത്ര അവനല്ല നടത്തിയത്, പരിശുദ്ധാത്മാവാണ് അവനെ കൊണ്ടുപോയത്. കാരണം അവൻ്റെ അവസ്ഥയിൽ അവൻ ആ യാത്രയ്ക്ക് ഒരുങ്ങിയത്, യാത്ര നിറവേറാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, അതുപോലെ തന്നെ നമ്മൾ ആ ദൈവത്തിൻ്റെ സ്നേഹവും ആ കുരിശൻ ചെയ്ത ത്യാഗത്തിൻ്റെ ആ ബലിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങൾക്കും ദൈവം എന്താണ് വെച്ചിരിക്കുന്നത് എന്ന് അറിയുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കും ദൈവത്തിലേക്ക് തിരികെ വരാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ പലപ്പോഴും 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം വായിക്കുമ്പോൾ കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയ മനസ്സുകൾ ഗ്രഹിച്ചിട്ടില്ല എന്ത് ദൈവം അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ച് വെച്ചിട്ടാണ്. ആ വെച്ചിരിക്കുന്നത് പല വ്യക്തികളും പലപ്പോഴും ജഡികമായ വ്യക്തികൾ അവരുടെ ആ ജഡികമായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ദൈവം എനിക്ക് നിങ്ങൾക്കും കരുതി വെച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് അവൻ്റെ പുത്രനായ യേശുവിനെയാണ്. കാരണം അവൻ്റെ പുത്രനെ ഞാൻ സ്വന്തമാക്കുമ്പോൾ നമ്മൾ ജീവനെയാണ് സ്വന്തമാക്കുന്നത്. അവൻ്റെ പുത്രനെ സ്വന്തമാക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം പറയുന്ന പോലെ നീ ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക. അങ്ങനെ ആ രാജ്യത്തെയും അതിൻ്റെ നീതിയെയും ഞാൻ അന്വേഷിച്ച് അത് സ്വന്തമാക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം സൗജന്യമായി തരും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം, ഹെബ്രായർക്ക് ലേഖനം 10-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം വലിയൊരു സത്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് അറ്റോൺമെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അറ്റോൺമെൻ്റ് ഒരു വചനമാണ്. ഹീബ്രൂസ് 10:4 ഒന്ന് വായിക്കാമോ? കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കുവാൻ കഴിയുന്നതല്ല. ആമേൻ. കാളകളുടെയും ആടിൻ്റെയും രക്തത്തിന് പാപം നീക്കുവാൻ കഴിയുകയില്ല. The blood of bulls and goats cannot remove sins, cannot take away sins. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ദൈവം വേറൊരു വചനം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ 1:29, John 1:29. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആമേൻ. ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷൻ പറയുന്നത് ചുമക്കുന്നതല്ല, behold the lamb of God who taketh away the sin of the world. അപ്പോൾ ഹീബ്രൂസ് 10:4 നമ്മൾ വായിച്ചു, കാളകളുടെയും ആടുകളുടെയും രക്തത്തിന് പാപങ്ങൾ മാറ്റുവാൻ പറ്റുകയില്ല. പക്ഷേ യോഹന്നാൻ 1:29 പറയുന്നുണ്ട്, ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട്, പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്. അത് മനസ്സിലാക്കണം, എൻ്റെ നിങ്ങളുടെ പാപം നീക്കാൻ പറ്റുന്നത് കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമാണ്. ഹല്ലേലൂയ. ആ യേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾക്കും പാപമോചനം കിട്ടും. എൻ്റെ നിങ്ങളുടെ പാപങ്ങൾ മാറ്റാനും അത് എന്നിൽ നിന്ന് മാറ്റുവാൻ പറ്റുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം നമ്മൾ 22-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം വായിക്കുകയാണ്. നമുക്കറിയാം, അവിടെ ഉൽപ്പത്തി 22:7 അവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് എബ്രഹാം ഇസഹാക്കിനെ ഒരു ബലിവസ്തുവായിട്ട് കൊണ്ടുപോവുകയാണ്. എബ്രാഹിമിന് അറിയാം ഇതാണ് ബലിവസ്തു, പക്ഷേ ഇസഹാക്കിന് അറിയുകയില്ല.
അങ്ങനെ എബ്രഹാം അവർ രണ്ടുപേരും ആ യാത്ര തുടർന്നപ്പോൾ ആ ഇസഹാക്കിന് ഒരു ചോദ്യമുണ്ടായിരുന്നു. വായിക്കോ. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രഹാമിനോട്, എൻ്റെ അപ്പ എന്ന് പറഞ്ഞു. ഞാനിതാ മകനെ എന്നവൻ മറുപടി പറഞ്ഞു. ഇതാ തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്നവൻ ചോദിച്ചു. ഹല്ലേലൂയ. ഇന്ന് പല വ്യക്തികളും നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്. നമ്മൾക്കറിയാം നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷേ ആ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഹോമയാഗം എവിടെ? ഇത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ ഹോമയാഗം യേശു ക്രിസ്തു തന്നെയാണ്. നമുക്ക് പല മതത്തിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ നമ്മുടെ എന്നാ പറയുന്നത് നല്ല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലൊക്കെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ അതിൻ്റെ ദൊക്കോർ അത് മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ നിങ്ങളുടെയും ആ പെർഫെക്റ്റ് സാക്രിഫൈസ് യേശു ക്രിസ്തുവിലാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അത് 13-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ എബ്രഹാം he lifted his eyes and looked, and there behind him was a ram caught in a thicket by its horns. So Abraham went and took the ram and offered it up for a burnt offering instead of his son. So വായിച്ചേ. അബ്രഹാം ദൃഷ്ടികൾ ഉയർത്തി നോക്കിയപ്പോൾ അവൻ്റെ പിന്നിലായി കൊമ്പുകൾ കുറ്റിക്കാട്ടിൽ ഉടക്കിക്കിടക്കുന്ന ഒരു ആട്ടിൻകൊറ്റനെ കണ്ടു. എബ്രഹാം ആട്ടിൻകൊറ്റനെ എടുത്ത് അവൻ്റെ പുത്രന് പകരം ഹോമയാഗമായി അർപ്പിച്ചു. ആമേൻ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ പാപത്തിൻ്റെ വേദന മരണമാണ്. പക്ഷേ ഇന്ന് എൻ്റെ നിങ്ങളുടെ പാപം ഏറ്റെടുത്ത് യേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പകരക്കാരനായിട്ട് മരിച്ചു. അവിടെ മുള്ളിൻ്റെ ഇടയിലുള്ള ആ ഒരു ആട്, അത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് യേശു ആകുന്ന കുഞ്ഞാടിനെയാണ്. ദാറ്റ് ഇസ് സിഗ്നിഫൈങ് ദ ലാംബ് ഓഫ് ഗോഡ് ഹൂ ഡൈഡ്. ആ ഇസഹാക്കിന് പകരമായിട്ട് അവിടെ ബലി അർപ്പിച്ച് മരിച്ച ആ ദൈവത്തിൻ്റെ ഒരു സാക്രിഫൈസ് വാസ് കംപ്ലീറ്റഡ്. അങ്ങനെയുള്ള അതേ അവസ്ഥയാണ് ഇന്ന് യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും പകരക്കാരനായിട്ട് കുരിശിൽ മരിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് നിങ്ങൾക്കും ഇന്ന് എൻ്റെ ആ സാക്രിഫൈസ് പൂർത്തിയാകുന്നത് യേശു ക്രിസ്തു വഴി മാത്രമാണ്. പിതാവിന് സ്വീകാര്യമായ എൻ്റെ നിങ്ങളുടെയും സാക്രിഫൈസ്, അതാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. നമ്മൾ വി മസ്റ്റ് ഓഫർ അവർ സെൽവ്സ് ആസ് എ സാക്രിഫൈസ്. ദൈവത്തിന് വേണ്ടി ഒരു പൂർണ്ണ ബലിയായിട്ട് നമ്മൾ അർപ്പിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം പിന്നെയും 1-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, that the virgin will give birth to a son and you shall call his name Jesus because he will take away the sin of the world. So വായിച്ചേ. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ആമേൻ. പാപത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞേ. അപ്പോൾ രക്ഷകനായിട്ട് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനം നമ്മൾ നേരത്തെ വായിച്ച് കേട്ടു അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 1:29 ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടാണിത്. അതുപോലെ തന്നെ ഇവിടെയും പറയുന്നുണ്ട് അവൻ്റെ നാമം യേശു ക്രിസ്തുവാണ്. കാരണം അവൻ ലോകത്തിൻ്റെ പാപങ്ങൾ മാറ്റുന്നവനാണ്. ഹി വിൽ ടേക്ക് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ നിങ്ങളുടെയും ദൈവമായിട്ടുള്ള ബന്ധം പാപം വഴി വിച്ഛേദിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ പാപത്തിൻ്റെ വേദനമാകുന്ന മരണം ഏറ്റെടുത്ത യേശുവിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പാപമോചനമുണ്ട്. There is a forgiveness of sins. Hallelujah. പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 42-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെയും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്നുള്ളത്. John 4:42. ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിൻ്റെ വാക്കുകൊണ്ടല്ല, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നതിനാൽ ആകുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. ആമേൻ. നമുക്കറിയാം റോമാലേഖനം 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് വിശ്വാസം കേൾവി വഴിയാണ്. അപ്പോൾ ഇവിടെ അവർ പറയുകയാണ്, therefore when he had they then said to the woman, now we believe not because of what you said, for we ourselves have heard him and we know that he is indeed the Christ, the savior of the world. Hallelujah. യേശു ക്രിസ്തുവിൻ്റെ നാമം ലോകത്തിൻ്റെ രക്ഷകൻ എന്നാണ്. ഐ വിത്ത് മീ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കണം. പറയുന്നത് നീ പറഞ്ഞതുകൊണ്ടല്ല, ഞാനൊരു വലിയൊരു പ്രസംഗം കേട്ടതുകൊണ്ടല്ല, പക്ഷേ എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റണം, അല്ലാതെ വെറുതെ ലൗഡ് സ്പീക്കറുകളിലൂടെ അല്ലെ ടെലിവിഷനിലൂടെ കേൾക്കുന്നതല്ല. പറയുന്നത് ഗോഡ് മസ്റ്റ് സ്പീക്ക് ടു യു. അതുകൊണ്ടാണ് അവിടെ വളരെ വ്യക്തമായിട്ട് നീ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, പക്ഷേ ഞങ്ങൾ സ്വന്തമായിട്ട് വ്യക്തിപരമായി കേട്ടു അവൻ ലോകത്തെ രക്ഷിക്കുന്ന കർത്താവായ യേശുവാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, രക്ഷിക്കുന്നത് എന്തിൽ നിന്നാണ്? സേവിയർ. സാൽവേഷൻ എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ എനിക്ക് അർഹതയുള്ള എൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിച്ചു. ദാറ്റ് ഇസ് സാൽവേഷൻ. ഐ വിത്ത് മീ.
സാൽവേഷൻ എന്ന് പറയുന്നത് എനിക്ക് അർഹതയുള്ള എൻ്റെ ശിക്ഷയിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു. അതുകൊണ്ടാണ് ഹീ ഈസ് മൈ സേവിയർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ആ യേശുവിനെ ഞാൻ സ്വന്തമാക്കി എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും യേശുവിൻ്റെ ആ ജീവൻ എനിക്ക് ഉൾക്കൊള്ളുകയും അങ്ങനെ എനിക്ക് നിത്യജീവൻ്റെ ഒരു അനുഭവം തീർച്ചയായിട്ടും കിട്ടും. കാരണം ദൈവം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 51-ാമത്തെ വചനം വായിക്കണം. ഇങ്ങനെ പറയുന്നത്, ഐ ആം ദ ലിവിങ് ബ്രെഡ് വിച്ച് കെയിം ഡൗൺ ഫ്രം ഹെവൻ. ഇഫ് എനി വൺ ഈറ്റ്സ് ഓഫ് ദിസ് ബ്രെഡ് he will live forever, and the bread that I shall give is my flesh, which I shall give for the life of the world. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് വളരെയേറെ കോൺട്രവേഴ്സി ഉള്ളൊരു കാര്യമാണ് ഈ മാംസം എന്ന് പറയുന്നത് എന്താണ്, ഈ അപ്പം എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെ. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു പറയുന്നുണ്ട്, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, അല്ലേ, ജീവൻ്റെ അപ്പമാണ് ഞാൻ. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പക്ഷേ പിതാവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അപ്പം എന്താണ്? അപ്പം വചനമാണ്. ഐ വിത്ത് മീ, അപ്പം വചനമാണ്. ആ വചനത്തെക്കുറിച്ച് പിന്നെയും പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ വചനം മാംസമായെന്ന്, അല്ലേ, വചനം മാംസമായി. അപ്പോൾ വചനം മാംസമാണ്, അപ്പമാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ ഈ അപ്പം ഭക്ഷിച്ചിട്ടില്ലെന്ന് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഉദ്ദേശിക്കുന്നതാണ്, നിങ്ങൾ എൻ്റെ വചനങ്ങൾ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ. ഐ വിത്ത് മീ, ദർ ഇസ് നോ നീഡ് ഫോർ എനി കോൺട്രവേഴ്സി. ഹല്ലേലൂയ. കാരണം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കും, പല വ്യക്തികളും പല സ്ഥാനത്തിലുള്ള വ്യക്തികൾ പല കാലാവധിയിൽ അവരുടേതായ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ കൊണ്ടുവരും, അവരുടേതായ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ദൈവത്തിൻ്റെ വചനമാണ് അപ്പം, ആ വചനമാണ് ജഡമായത്. The word became flesh and dwelt amongst us. ഹല്ലേലൂയ. അപ്പോൾ ദൈവം എൻ്റെ അപ്പം, ആ അപ്പം ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ശരീരം ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ഞാൻ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് ജീവൻ ഉണ്ടാകുകയില്ല. പിന്നെ അവിടെ പറയുന്നുണ്ട് രക്തം അല്ലേ, രക്തം കുടിക്കണമെന്ന്. എന്ന് വെച്ചാൽ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ലേവ്യരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം പറയുന്നുണ്ട്, ലൈഫ് ഇസ് ഇൻ ദ ബ്ലഡ്. ഐ വിത്ത് മീ, ലൈഫ് ഇസ് ഇൻ ദ ബ്ലഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഹി ബ്രീത്hed into his nostrils and man became a living soul. ഐ വിത്ത് മീ, നമ്മൾ മരിക്കുമ്പോൾ നമ്മളുടെ ആത്മാവ് തിരികെ ദൈവത്തിലേക്ക് പോകും. അപ്പം ജീവൻ, ആത്മാവ്, രക്തം, ഇത് കണക്റ്റഡ് ആണ്. ദേ ആർ വൺ ആൻഡ് ദ സെയിം. ഐ വിത്ത് മീ, എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ചിന്തി മുഴുവൻ പോയാൽ ഞാൻ മരിക്കും. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ദൈവം, യേശു, എൻ്റെ രക്തം നിങ്ങൾ പാനം ചെയ്യണമെന്ന് പറയുന്നത് എൻ്റെ ആത്മാവിനാൽ നിങ്ങൾ നിറയപ്പെടണം. ഐ വിത്ത് മീ, അല്ലാതെ രക്തം കുടിക്കണമെന്നല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ആ യേശുവിനെ ഞാൻ സ്വന്തമാക്കുമ്പോൾ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ ഞാൻ ജീവനെയാണ് സ്വന്തമാക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ പാപങ്ങളൊക്കെ കഴുകി വെടുപ്പാക്കി എനിക്ക് ജീവൻ തരാൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, ഹെബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം വായിക്കണം. ഹീബ്രൂസ് 9:12. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് നിത്യമായ വീണ്ടെടുപ്പ് സാധിച്ചു. ആമേൻ. അവിടെ പറയുന്നുണ്ട്, now not with the blood of goats and calves, but with his own blood he entered the most holy place once for all, having obtained eternal redemption. അപ്പോൾ മനസ്സിലാക്കണം, ആ യേശു ക്രിസ്തു ഒരിക്കൽ എല്ലാവർക്കും വേണ്ടി നിത്യമായ ഒരു വീണ്ടെടുപ്പ് നടത്തി. അതാ കാൽവരി കുരിശേൽ യേശു രക്തം ചിന്തിയപ്പോഴാണ്. കാരണം രക്തം ചിന്തുമ്പോഴാണ് ജീവൻ വേർവിട്ടു പോകുന്നത്. ഐ വിത്ത് മീ, മരണം സംഭവിക്കുന്നത് രക്തം ചിന്തുമ്പോഴാണ്. അപ്പം എൻ്റെ നിങ്ങളുടെ പാപത്തിൻ്റെ വേദനമാകുന്ന മരണം യേശു ആ കുരിശേൽ ഏറ്റെടുത്തു. ഐ വിത്ത് മീ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് പറഞ്ഞ റോമാർക്കുള്ള ലേഖനത്തിൽ പറയുന്നത്, ദാറ്റ് ഹീ ഈസ് ജസ്റ്റ് ആൻഡ് ദ ജസ്റ്റിഫയർ ഓഫ് ദോസ് ഹു ഹാവ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നിയമത്തിൻ്റെ ആവശ്യമായ അത് നിറവേറി എന്ന് വെച്ചാൽ പാപത്തിൻ്റെ വേതനം മരണമാണ്.
So he fulfilled the just requirement of the law. But he was a justifier. എനിക്ക് പകരക്കാരനാണ് അവൻ മരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അതിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നിത്യജീവന് അവകാശമുണ്ട്. പിന്നെ ഹെബ്രായർക്ക് ലേഖനം 10-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം പറയുന്നുണ്ട്, ആ യേശു ക്രിസ്തു ഒരിക്കൽ മാത്രമേ മരിച്ചിട്ടുള്ളൂ. ആ ഒറ്റ യാഗത്താൽ മനുഷ്യരാശിക്ക് മുഴുവൻ പാപമോചനമുണ്ട്, അതിൻ്റെ വഴിയിൽ നീതീകരണമുണ്ട്, അതിൻ്റെ വഴിയിൽ നിത്യജീവൻ അവകാശവുമുണ്ട്. ഹെബ്രായർക്ക് ലേഖനം 10-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം. ഓരോ പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങൾ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങൾ കൂടെ കൂടെ അർപ്പിച്ചും നിൽക്കുന്നു. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. സഹോദര നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പഴയ ഉടമ്പടിയിൽ ആ പുരോഹിതൻ എല്ലാ ദിവസവും അവിടെ ബലി അർപ്പിക്കുമായിരുന്നു. ഇന്നും പല പുരോഹിതന്മാരും എല്ലാ ദിവസവും ബലി അർപ്പിക്കും. ബലി എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. അയ്യുദ്ധി ബലി അർപ്പിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, and every priest stands ministering daily, offering repeatedly the same sacrifices which can never take away sin. Hallelujah. അങ്ങനത്തെ പഴയ ഉടമ്പടിയിലുള്ള കാളയും ആടിനെയൊക്കെ കൊന്നിട്ടുള്ള ബലിയും ഇന്ന് പല പുരോഹിതന്മാരും അർപ്പിക്കുന്ന ഒരു ബലി പോലും പാപത്തെ നീക്കുകയില്ല. പാപത്തെ നീക്കുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. അത് ബലിയല്ല, അതൊരു പ്രവൃത്തിയല്ല, അത് സ്നേഹമാണ്, കൃപയാണ്, ദയയാണ്, അനുകമ്പയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് നിങ്ങൾക്കും പാപമോചനമുള്ളത്. അല്ലാതെ നമ്മളുടെ ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അല്ല എനിക്ക് നിങ്ങൾക്കും പാപമോചനം കിട്ടുന്നത്. പിന്നെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഹെബ്രായർക്ക് ലേഖനം 10-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം ഒന്ന് 19-ാമത്തെ വചനം ഒന്ന് വായിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ആക്ച്വലി അതിന് മുമ്പ് ഒരു വചനം കൂടെ, ഹെബ്രായർക്ക് ലേഖനം 10-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം വായിക്കുക. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും പൂർണ്ണത വരുത്തിയിരിക്കുന്നു. ആമേൻ. For by one offering he has perfected forever those who are being sanctified. ഇത് നമ്മൾ മനസ്സിലാക്കണം. വളരെ എന്താ പറയുന്നത്, ദൈവത്തിൻ്റെ ആ വചനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ ഓരോ വാക്കിനും വളരെയേറെ അർത്ഥമുണ്ട്. നമ്മളിത് നോവൽ വായിക്കുന്നത് പോലെ ഒരു വലിയൊരു ആശയമായിട്ട് അങ്ങനെയല്ല കാണേണ്ടത്. ഓരോ വാക്കിനും അതിൻ്റെത് അളന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫോർ ബൈ വൺ ഓഫറിങ് എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ഒരിക്കലേ മരിച്ചിട്ടുള്ളൂ, ഒരു യാഗമേ ഉള്ളൂ, ഒരു ബലിയേ ഉള്ളൂ. ഐ വിത്ത് മീ, ദർ ഇസ് ഓൺലി വൺ സാക്രിഫൈസ്. അത് 2000 വർഷം മുമ്പ് കാൽവരി കുരിശിലാണ് യേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പകരക്കായിട്ട് മരിച്ചത്. പിന്നെ രണ്ടാമത്തെ ആശയം, ഹീ ഹാസ് പെർഫെക്റ്റഡ് ഫോർ എവർ, എന്നേക്കുമായിട്ട് പെർഫെക്റ്റ് ചെയ്തു. ഐ വിത്ത് മീ, അല്ലാതെ എല്ലാ ദിവസവും യേശു എന്നെ വന്ന് പെർഫെക്റ്റ് ചെയ്യല്ല. ആ കുരിശ് മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകനും നാഥനും കർത്താവും ആയിട്ട് ഞാൻ സ്വീകരിച്ച് കഴിയുമ്പോൾ ഹീ ഹാസ് പെർഫെക്റ്റഡ് മീ ഫോർ എവർ. അതാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം. എന്താണ് റെമിഷൻ ഓഫ് സിൻസ്? റെമിഷൻ ഓഫ് സിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? യഥാർത്ഥത്തിൽ എൻ്റെ യേശുവിനെ ഞാൻ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്ന അന്ന് വരെ ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം യേശു പൊറുത്തു. കാൽവരി കുരിശേല എൻ്റെ എതിരെയുള്ള ആ കുറ്റപത്രം യേശു ക്രിസ്തു കാൽവരി കുരിശേല ഏറ്റെടുത്ത് അത് എന്നേക്കുമായിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞു. നമ്മൾ ഉദാഹരണം പറഞ്ഞതുപോലെ സാൽവേഷൻ എന്ന് പറയുന്നത് ആ ജയിലിൽ നിന്ന്, ആ കാരാഗ്രഹത്തിൽ നിന്ന് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. അതാണ് സാൽവേഷൻ. ഐ വിത്ത് മീ. റെമിഷൻ എന്ന് പറയുന്നത് എൻ്റെ എതിരെയുള്ള കുറ്റപത്രം യേശു അത് എന്നാ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുമല്ലോ, എന്നാ ദാറ്റ് ഇസ് ഇൻ ടു എ, ഈ കടലാസുകളൊക്കെ ഐ ഫോർഗോട്ട്, പെട്ടെന്ന് വാക്ക് കിട്ടുന്നില്ല. ഇൻ ടു എ ഷ്രെഡിങ് മെഷീൻ. യെസ്, ഷ്രെഡിങ് മെഷീനിലിട്ടിട്ട് എനിക്കതിലുള്ള കുറ്റപത്രം കണ്ട് കീറിക്കളഞ്ഞു. പിന്നെ പിശാചിന് എവിടെ നോക്കിയാലും ആ പത്രം കിട്ടുകയില്ല. ഐ വിത്ത് മീ, ദാറ്റ് ഈസ് കോൾഡ് റെമിഷൻ. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് സാൽവേഷൻ എന്ന് പറയുന്നത് കാരാഗ്രഹത്തിൽ എന്നെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനത്തിലിട്ടിരുന്ന ആ ദൈവത്തെ അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എന്നെ കെട്ടിപ്പിടിച്ചിരുന്ന ആ ബന്ധനത്തിൽ നിന്ന് യേശു വന്നിട്ട് ഹല്ലേലൂയ ആ താക്കോലിൻ്റെ ആ കാരാഗ്രഹത്തിൻ്റെ താക്കോൽ പിശാചിൽ നിന്ന് യേശു ആ കുരിശയിൽ എടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് എന്നെ വന്നിട്ട് എനിക്ക് വിടുതൽ തന്നു. ആ വിടുതൽ കൊണ്ട് എൻ്റെ കുറ്റപത്രം അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ റെമിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹീ ഈസ് ഫൊർഗെറ്റിംഗ് ഇറ്റ്. റെമിഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ എതിരെയുള്ള കുറ്റപത്രം അവൻ കീറിക്കളഞ്ഞു.
That is a new beginning for each one of us. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, that is I am perfected forever. Are you with me? ഹല്ലേലൂയ. അല്ലാതെ എല്ലാ ദിവസവും ബലി അർപ്പിച്ചിട്ടല്ല എൻ്റെ പെർഫെക്ഷൻ. എൻ്റെ പെർഫെക്ഷന് എല്ലാ ദിവസവും ആണെങ്കിൽ യേശു ക്രിസ്തു എല്ലാ ദിവസവും കുരിശേ കയറി മരിക്കണം. പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ഐ ആം പെർഫെക്റ്റഡ് വൺസ് ആൻഡ് ഫോർ ഓൾ വെൻ ഐ ആക്സെപ്റ്റ് ദ ഫിനിഷ്ഡ് വർക്ക് അറ്റ് ദ ക്രോസ് അറ്റ് കാൽവറി. പിന്നെ അടുത്ത ആശയം, ആൻഡ് ആരാണ് ഇങ്ങനെ പെർഫെക്റ്റ് ചെയ്തത്? ദൈവം. ദോസ് ഹു ആർ ബീങ് സാങ്ക്ടിഫൈഡ്, ദൈവത്തിന് വേണ്ടി വേർതിരിച്ച വ്യക്തികൾ. അവർ ദൈവത്തിന് സ്വന്തം എന്ന് പറഞ്ഞ് ദൈവം മാറ്റിവെക്കുന്നവരാണ് ദോസ് ഹു ആർ സാങ്ക്ടിഫൈഡ്. അപ്പോൾ എന്താണ്? യേശുവിൻ്റെ ഒരേ യാഗത്താൽ യേശു മാറ്റിവെച്ചവർ ആർ പെർഫെക്റ്റഡ് ഫോർ എവർ. ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹെബ്രായർക്കുള്ള നേരത്തെ പറഞ്ഞ് 10-ാമത്തെ അധ്യായം 19-ാമത്തെ വചനം വായിക്കാം സിസ്റ്ററെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ധൈര്യമുണ്ട്. ആമേൻ. അങ്ങനെ ധൈര്യമുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ യേശുവിൻ്റേതാണെന്നും അങ്ങനെ യേശുവിൻ്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എന്ന് അറിയുമെങ്കിൽ എനിക്ക് ആ പിതാവിൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ വരാം. കാരണം ഞാൻ വരുന്നത് എൻ്റെ അപ്പൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് റോമാർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം 15-ാമത്തെ വചനത്തിൽ പറയുന്നത് നമുക്ക് കിട്ടിയിരുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പക്ഷേ പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയും. ആ ആത്മാവിൻ്റെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഒരു കഴിവ് തരികയാണ്. ആ കഴിവ് തരുന്നതിന് ജ്ഞാനം എവിടെയാണ്? അടുത്ത വചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിനെ അത് വെളിപ്പെടുത്തി കൊടുത്തതാണ്. സോ അത് വായിക്കാം, റോമൻസ് 15-16. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളാകുന്നുവെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോടുകൂടെ സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവാണ് എൻ്റെ ആത്മാവിനെ പഠിപ്പിച്ചത് നീ ദൈവത്തിൻ്റെ മകനാണെന്ന്. ഹല്ലേലൂയ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തെ യാവേ അബ്ബായെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് നമ്മൾ മടിക്കുന്നില്ല. അതിന് എന്നാ പറയും, നമുക്ക് ഒരു ഭയവുമില്ല. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? ഞാൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാനും എൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നുണ്ട്. ഐ വിത്ത് മീ. കാരണം ദൈവം എന്നെ വീണ്ടെടുത്തതാണ്, വില കൊടുത്ത് വാങ്ങിച്ചതാണ്, അല്ലേ? നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ എങ്ങനെയാണ് ആ ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ കിടന്നപ്പോൾ പോലും അവൻ ആ അപ്പൻ്റെ മകനായിരുന്നു. ഹലോ, പന്നിക്കുഴിയിലായിരുന്നതുകൊണ്ട് അപ്പനും മകനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയില്ല. അതുകൊണ്ടാണ് അവന് പന്നിക്കുഴിയിൽ നിന്ന് തന്നെ അവൻ്റെ അപ്പനെ വിളിക്കാൻ പറ്റി. ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. ഇന്ന് സഹോദര സഹോദരി, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അതുതന്നെയാണ്, പിള്ളേരെ അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ദാറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളുടെ ദൈവത്തിൻ്റെ സ്നേഹം ആ പാപത്തേക്കാൾ വലിയതാണ്. അതാ പറയും, നമുക്കറിയാം, റോമാക്കുള്ള വായിച്ചിട്ടുണ്ട്, where sin abounds, grace abounds much more. Hallelujah. Grace is ദൈവത്തിൻ്റെ സ്നേഹം. Hallelujah. The unmerited favor of God upon our lives. പിന്നെ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ റോമൻസ് 5-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം. അങ്ങനെ നമുക്ക് ആ പിതാവ് ആരാണെന്നും ആ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ എനിക്ക് കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ആ ധൈര്യം തരികയാണ്, പിതാവേ അബ്ബ എന്ന് വിളിക്കുവാനും. അങ്ങനെ ഉള്ളതുകൊണ്ട് ആ എൻ്റെ വഴി ഏതാണെന്ന് എനിക്ക് മനസ്സിലാക്കാം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവനിലൂടെ വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ആമേൻ. നമുക്ക് ഒരു പ്രവേശനം, ഗെറ്റിംഗ് ഇൻ ആക്സസ് ടു ഗോഡ്. ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. പല വ്യക്തികൾക്കും ദൈവവുമായിട്ട് നമുക്കറിയാം, പഴയ ഉടമ്പടിയിൽ നോക്കുകയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സാധാരണ ആൾക്കാർക്കൊന്നും വരാൻ പറ്റുകയില്ലായിരുന്നു. പുരോഹിതന്മാരും അവർക്ക് ആ ഒരു മിഡിൽ ഇതിലും പിന്നെ അപ്പുറത്തെ ഹോളി ഓഫ് ഹോളീസിൽ പ്രധാന പുരോഹിതന് മാത്രം കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ പ്രവേശിക്കാൻ പറ്റുകയുള്ളായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് പല സഭകളിലും പല ഇടങ്ങളിലും അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ദൈവവുമായിട്ട് ഡയറക്റ്റായിട്ട് ഒരു ബന്ധം പുലർത്താൻ പറ്റുകയില്ല. അതിൻ്റെ മധ്യേ ഒരു പുരോഹിതൻ വേണം. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ആ പുരോഹിതൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് പിതാവിനോട് ഡയറക്റ്റായിട്ട് ഒരു ആക്സസ് ദൈവം തരികയാണ്. ആ ദൈവത്തിൻ്റെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്. എഫിഷ്യൻസ് 2-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നുണ്ട്, വി ബോത്ത് ബൈ വൺ സ്പിരിറ്റ് ഹാവ് ആക്സസ് ടു ദ ഫാദർ. വായിച്ചേ. അവൻ മുഖാന്തരം നമുക്ക് ഇരുകൂട്ടർക്കും
ഒരേ ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആമേൻ. ഇരു കൂട്ടരെന്ന് പറഞ്ഞാൽ ആരാണ്? യഹൂദനും വിജാതിയർക്കും. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനം പിന്നെ നമ്മൾ എഫിഷ്യൻസ് ഇതിന് മുമ്പുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ പറയും അവർ തമ്മിലുള്ള ആ മതിൽ, അവരെ സെപ്പറേറ്റ് ചെയ്തിരുന്ന മതിൽ പൊളിച്ചു കളഞ്ഞു പോയി. ഐ വിത്ത് മീ, അവരെല്ലാവരും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒന്നായി. എന്നിട്ട് അങ്ങനെയുള്ള ഇരു കൂട്ടർക്കും, യഹൂദനും വിജാതിയർക്കും ഇരു കൂട്ടർക്ക് പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് വരുവാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് നൽകി. ഈ സത്യം നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? ദൈവത്തിൻ്റെ ജനവുമായിട്ട് ഒരു ഫെലോഷിപ്പിനാണ്. ഐ വിത്ത് മീ, ഗോഡ് വാണ്ട്സ് എ ഫെലോഷിപ്പ് വിത്ത് യു. ദൈവം എന്നാ പറയുക, നമ്മളുമായിട്ട് ഒരു ബന്ധം പുലർത്താനാണ്, ഒരു സ്നേഹബന്ധം പുലർത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അത് പക്ഷേ മതം അത് സമ്മതിക്കുകയില്ല. കാരണം മതത്തിൻ്റെ മധ്യ ഒരാൾ വേണം. കാരണം എന്താ? ആ ദൈവവുമായിട്ട് നമുക്ക് ഒരു ബന്ധം പുലർത്താൻ പറ്റുകയില്ല. ഒരു വേറെ ഇതിൻ്റെ മധ്യ ഒരാൾ വേണമെന്ന് പറഞ്ഞാണ് മതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. യേശു ക്രിസ്തു ആ കുരിശിൽ മരിച്ച് അപ്പോൾ സംഭവിച്ച ഒരു കാര്യം